നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2024-25 വാർഷിക പദ്ധതി വികസന സെമിനാർ ഇന്ന് രാവിലെ 10 മണിക്ക് കൊട്ടാരക്കര ധന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരള നോളജ് എക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല ഉദ്ഘാടനം നിർവഹിച്ചു. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് സ്വാഗത പ്രസംഗം നിർവഹിക്കുകയും ചെയ്തു. കരട് പദ്ധതി രേഖ അവതരണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ ബഷീർ അവതരിപ്പിക്കുകയും ആമുഖ പ്രഭാഷണം കില ഡയറക്ടർ D സുകേശൻ നിർവഹിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്താണ് അതിനർത്ഥം? മാനവ വികസന സൂചികയിലെ പ്രധാനമായ 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ജനങ്ങളുടെ പങ്ക്. ഇത്രയും കാര്യങ്ങളാണ്. ഈ 4 പ്രധാന കാര്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് കേരളം എന്ന് മാത്രമല്ല ഒന്നാം സ്ഥാനത്തുമാണ്. എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി 140 രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന ആ പട്ടികയിൽ 132ാം സ്ഥാനത്താണ് 2023 പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. ഇതാണ് അന്തരം. ജനകീയാസൂത്രണവും ജനപങ്കാളിത്തത്തോടെയുമുള്ള വികസനം നമുക്ക് നൽകുന്ന നേട്ടം എന്ത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ഇനിയും ഏറെയുണ്ട്. വയോജന സംരക്ഷണം, ശിശുപരിപാലനം, ഗർഭിണികളായ സ്ത്രീകളുടെ പോഷകാഹാരം നൽകി അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ, പൊതുവായിട്ടുള്ള ആയുർദൈർഘ്യം, അതിൽ തന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിനുള്ള പ്രത്യേകമായ സംവിധാനം, വിദ്യാഭ്യാസ രംഗം. നോക്കൂ, 6 വയസ്സ് പൂർത്തിയായ മുഴുവൻ കുട്ടികളും സ്കൂളിൽ പ്രവേശിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഇതൊന്നും കേരളം കണ്ടെത്തിയ പഠന റിപ്പോർട്ടുകളൊന്നുമല്ല, കേരളം കണ്ടെത്തിയ കണക്കുകളല്ല. ദേശീയ അന്തർദേശീയ ഏജൻസികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകളിലാണ് ഈ സ്ഥിതി വിവരങ്ങൾ വരുന്നതെന്ന് കാണും. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്ക് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം. അതായത് പ്രസവിച്ചാൽ ഉടൻ മരണപ്പെട്ടു പോകുന്ന അമ്മമാരുടെ എണ്ണം. എന്തുകൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നത്? ശരിയായ രീതിയിലുള്ള പ്രസവ ഗർഭകാല സംരക്ഷണങ്ങളും പരിചരണങ്ങളും ഇല്ലാത്തതുകൊണ്ടും ആരോഗ്യം തൃപ്തികരമല്ലാത്തത് കൊണ്ടുമാണ് പ്രസവിച്ചാൽ ഉടനെ സ്ത്രീകൾ മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള അമ്മമാരുടെ മരണത്തിന്റെ കണക്കിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പിന്നിലാണ്. ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് രേഖപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷെ അഭ്യസ്ത വിദ്യരായ മുഴുവൻ പേരും തൊഴിലിലേക്ക് എത്തിച്ചേർന്ന്, ഏതെങ്കിലും തൊഴിലല്ല, ജീവിക്കാൻ ഒരു തൊഴിൽ എന്നത് പണ്ടായിരുന്നു നമ്മുടെ മുദ്രാവാക്യം. ജീവിക്കാൻ ഒരു തൊഴിൽ എന്നല്ല, ഏതെങ്കിലും ഒരു തൊഴിലല്ല. M.Com കഴിഞ്ഞ ഒരാള് 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം മതി എന്ന, ആ യോഗ്യത മാത്രം മതി എന്നുള്ള ഒരു ഡ്രൈവറുടെ വേക്കൻസിയിൽ ജോലി ചെയ്യുന്നത് തൊഴിലായി നമ്മൾ കാണുന്നത്. കേരളം കാണുന്നില്ല. കേരളം കാണുന്നത് M.Com ബിരുദധാരിക്ക് M.Com യോഗ്യതയുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയണം എന്നതാണ്. M.Com ബിരുദധാരി അങ്ങനെ പ്രവേശിക്കുമ്പോൾ അയാളെ ജോലിക്ക് ആവശ്യപ്പെടുന്ന ഒരു സ്വകാര്യ കമ്പനിയോ സ്ഥാപനമോ അയാൾക്ക് ടാലി എന്ന് പറയുന്ന ഒരു സ്കില്ല് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ ആ ടാലി എന്ന് പറയുന്ന സ്കിൽ കോഴ്സ് സർക്കാർ നൽകും ഈ വ്യക്തിക്ക്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കണമെന്നും മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രധാന പദ്ധതിയായി തൊഴിൽ പദ്ധതി കൂടി, വിജ്ഞാന തൊഴിൽ പദ്ധതി എന്നാണ് അതിന് പറയുക, വിജ്ഞാന തൊഴിൽ പദ്ധതി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള മുഴുവൻ തൊഴിലന്വേഷകരുടെയും ഡേറ്റ നോളജ് എക്കണോമി മിഷന്റെ കൈവശമുണ്ട്. 29 വാർഡിന്റെയും വെവ്വേറെ ഡേറ്റ നമ്മുടെ കൈവശമുണ്ട്. അത് ഒക്കെ ലഭ്യമാക്കി തരാം. നോളജ് എക്കണോമി മിഷൻ കൂടെ നിൽക്കാം. നമ്മുടെ മുനിസിപ്പാലിറ്റി സ്വയം പര്യാപ്തമായ ആത്മവിശ്വാസമുള്ള യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയായി, ഒരു സമൂഹമായി, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറട്ടെ. എല്ലാ പദ്ധതികളും ജനങ്ങൾ തന്നെ തീരുമാനിച്ച് ജനങ്ങളാൽ നടപ്പിലാക്കത്തക്ക വിധത്തിൽ മാർഗനിർദ്ദേശിക്കുന്ന ജനകീയാസൂത്രണ സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കാനും ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കാനും വികസനം എന്നത് സുസ്ഥിരമായ ഒന്നാക്കി മാറ്റുവാനും
നമുക്ക് ഇതിലൂടെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ 24-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്ന ഈ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മുനിസിപ്പാലിറ്റി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. ഞങ്ങളിത് ഈ പരിപാടിയുടെ ഭാഗമായി ഇരിക്കുകയല്ലേ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആലോചിക്കുക, നമ്മളിങ്ങനെ കൂടിയിരുന്നിട്ടാണ് 25 കൊല്ലമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ സ്കൂളുകൾ മാറിയത്. നമ്മളൊക്കെ പഠിക്കാൻ പോയ സ്കൂളുകളല്ല ഇന്നത്തെ സ്കൂളുകൾ. നല്ല അടിസ്ഥാന സൗകര്യമുണ്ടായി, നല്ല കെട്ടിടമുണ്ടായി, കുട്ടികൾക്ക് നല്ല ബെഞ്ചുണ്ടായി, നല്ല കസേരകളുണ്ടായി, അവർക്ക് കമ്പ്യൂട്ടർ ഉണ്ടായി, ലാപ്ടോപ്പ് ഉണ്ടായി. നമ്മൾ കൂടി സംസാരിച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സംസാരിക്കുവാനൊരു അവസരം കഴിഞ്ഞ 25 കൊല്ലമായി ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ സ്കൂളുകളെ ഇങ്ങനെ മാറിയത്. തീർന്നില്ല. ഇപ്പൊ സാക്ഷരത എടുത്തു വന്നിട്ട് മാഡം സാക്ഷരത പ്രവർത്തനം നടത്തിയ ആൾ കൂടിയാണ്. സാക്ഷരത എന്ന് പറയുന്ന മിഷൻ വന്നതോടുകൂടിയാണ് സ്കൂളിൽ പോകാൻ അവസരം ഉണ്ടാകാതിരുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനും ബിരുദങ്ങൾ നേടുവാനും യോഗ്യത നേടുവാൻ കഴിഞ്ഞത് ജനകീയാസൂത്രണം വന്നതിന് ശേഷമാണ്. അതിന്റെ അർത്ഥം നമ്മളിങ്ങനെ കൂടിയിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ